ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കൊന്നൊരു വാശിയുടെ സെറ്റ് അങ്ങനെ ചെയ്യാൻ നോക്കിയാലോ? ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് വരുന്ന രീതിയിൽ കുറേ ലൈൻസ് വരച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രിപ്സ് ആക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കുക. നമ്മളിവിടെ ബ്ലൂ തീമിലാണ് ചെയ്യുന്നത്. അപ്പം ഫുള്ളൊരു ബ്ലൂ മയമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ലൈറ്റ് ബ്ലൂവിൽ നമ്മളിതുപോലെ ഹാർട്ട്സാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 ഡോട്ട് ഇട്ടിട്ട് ഒന്ന് നീട്ടി വരച്ചാൽ ഹാർട്ട് കിട്ടും, എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ലൈൻസ് വരച്ചെടുക്കുക. രണ്ടാമത്തെ സ്ട്രിപ്പ് ചെയ്യാൻ നേരത്തെ ചെയ്തല്ലോ, അതിൻ്റെ കൂടെ കുറച്ചുകൂടി ബ്ലൂ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കളർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് നമ്മൾ ഗ്രിഡ് ലൈൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രിഡ് ലൈൻ ആകുമ്പോൾ പണി പെട്ടെന്ന് കഴിയുമല്ലോ. സംഭവം കുറച്ച് വളഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നേരെ പോകുന്ന ബ്രഷ് യൂസ് ചെയ്യുന്ന നല്ല കട്ടുള്ള ഗ്രിഡ് ലൈനും പിന്നെ താഴത്തേക്കുള്ളത് പെന്ന് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വെറൈറ്റി ആയില്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ അതാണ് രണ്ടാമത്തെ സാധനം. അപ്പോൾ മൂന്നാമത്തെ പറഞ്ഞാൽ നേരത്തെ ആഡ് ചെയ്തതിൻ്റെ കൂടെ കുറച്ചും കൂടി ബ്ലൂ ആഡ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി കട്ടിക്കൂട്ടുക. നമ്മൾ ആകാശവും മേഘങ്ങളുമാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബ്ലൂ ചെയ്തതിന് ശേഷം മേലെ കൂടെ ഇങ്ങനെ ബ്രഷ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ വൈറ്റ് ടോൺ ചെയ്താൽ നമുക്ക് ക്ലൗഡ് കിട്ടും. ക്ലൗഡ് വരയ്ക്കാൻ എത്രയും എളുപ്പമാണെന്ന് ഇത് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്തായാലും. പിന്നെ അടുത്തത് ബ്ലാക്കിലാണ്. ബ്ലാക്കിൽ ബ്ലൂ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് വെറൈറ്റിയാണ്. കണ്ടപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. നിങ്ങൾക്ക് തോന്നിയൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബ്ലാക്കിൽ നമ്മൾ ബ്ലൂ ഫ്ലവേഴ്സാണ് വരയ്ക്കുന്നത്. അപ്പോൾ ബ്ലൂ ഫ്ലവേഴ്സിൻ്റെ നടുവിലൊരു വൈറ്റ് ഡോട്ടും ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം ചെയ്യാൻ ഈസിയാണ്, കാണാനും കൊള്ളാം അല്ലേ? പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ കറുകുറ പറഞ്ഞിരിക്കും തുറന്നിട്ടല്ലാതും. അപ്പോൾ അത് തുറന്നിരിക്കാതിരിക്കാൻ നമുക്കിത് ലോക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് വേണം? ഒരു റിങ് വേണം. അപ്പോൾ റിങ് ഇതുപോലെ കട്ടിയുള്ള പേപ്പറിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി റിങ് ചെയ്യാൻ അത്രയും മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പഴയ ഇതിലും വാശി ടൈപ്പിൻ്റെ റിങ് എടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ തിരിച്ചിട്ട് ചുരുട്ടിയിട്ട് എടുക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ആയതിൻ്റെ ശേഷം നമ്മൾ അറ്റത്തെ ഭാഗം ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് എപ്പോഴും ഈ ലോക്ക് ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരു പെർമനൻറ്റ് ലോക്ക് ഉണ്ടാക്കണ്ട. അതിന് ഇതുപോലൊരു പേപ്പർ സ്ട്രിപ്പ് എടുക്കുക. ജസ്റ്റ് ഇതിൽ കാണുന്ന പോലെ മെഷർമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്നോളും. പിന്നെ നമുക്ക് ഈ പേപ്പർ ക്ലിപ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഇത് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എടുത്തിട്ട്. ഇതിലും സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ഒക്കെ വരക്കാൻ പറ്റും. അങ്ങനെ വരക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിടാൻ മറക്കണ്ട. ആർട്ടിലായിട്ടെന്നാണ് പേജിൻ്റെ പേര്. ഞാനത് താഴത്ത് മെൻഷൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞു വന്നത് നമ്മളിവിടെ 5-6 ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കണ്ടേ, ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? സത്യം പറയില്ല, എല്ലാം നല്ല നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ ആകെ വരുന്നൊരു ബുദ്ധിമുട്ട് പറയാൻ നമുക്ക് താഴത്തിങ്ങനെ ഈ ലോവർ സൈഡിൽ ഈ ഗമ്മ യൂസ് ചെയ്തിടുന്ന ഒട്ടിക്കേണ്ട ഒരു പണി വരുന്നുണ്ട്. അത് മാത്രമാണ് നമ്മൾ സ്റ്റിക്കി അല്ലെല്ലാം ഉണ്ടാക്കിയത്. ഇനി സ്റ്റിക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം, വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഐറ്റമാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.